ഈ കഴിഞ്ഞ 10 വർഷത്തിന് മുൻപ് 2016 LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണല്ലോ 2021 LDFന് തുടർ ഭരണം ജനങ്ങൾ സമ്മാനിക്കുന്നത്. 2016 മുൻപുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം തരം അഴിമതിയായിരുന്നു, ഏതെല്ലാം തരം വൃത്തികെട്ട ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത്. എല്ലാം നമ്മുടെ ഓർമ്മയിലുള്ളതല്ലേ. എങ്ങനെയാണ് മാറ്റം വന്നത്? അവിടെയാണ് മുന്നണികൾ തമ്മിലുള്ള വ്യത്യാസം. LDF, ആ LDFനൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൻ്റെ ഭാഗമായാണ് ഈ പുതിയ അവസ്ഥയെ ആർജിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു തലത്തിലുള്ള ഉന്നത തലങ്ങളിലുള്ള അഴിമതിയാകെ ഇല്ലാതാക്കാനായി. ഇനിയും ചിലയിടത്ത് ബാക്കി നിൽക്കുന്നുണ്ടാവും. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതും അവസാനിപ്പിക്കണമെന്നാണ്. ജനങ്ങൾ അതോടൊപ്പം തന്നെ കാണുന്നു, അതും അവസാനിപ്പിക്കണമെങ്കിൽ LDFന് മാത്രമേ കഴിയൂ എന്ന്. അതുകൊണ്ട് തന്നെ LDFനെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്. LDF അല്ല എങ്കിൽ പഴയ കാലത്തേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥ വന്നേക്കുമെന്ന ആശങ്കയാണ് ജനങ്ങൾക്കുള്ളത്. ഇപ്പോ പ്രതിപക്ഷത്തെക്കുറിച്ച് പറഞ്ഞു വന്നതുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പോസിറ്റീവായ സമീപനം ഏതെങ്കിലും ഘട്ടത്തിൽ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നല്ലോ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു കാലമുണ്ടായിട്ടില്ല. 2018 നാം നൂറ്റാണ്ടിലെ മഹാപ്രളയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിൻ്റെ തുടർച്ചയായി അതിരൂക്ഷമായ കാലവർഷക്കെടുതി. അതിൻ്റെ കാര്യങ്ങൾ അവസാനിച്ചൊന്ന് ശ്വാസം വിടുന്നതിന് മുൻപ് ലോകത്തെ ആകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി. ഇതിനെല്ലാം പുറമെ നേരത്തെ ഓക്കിയും നിപ്പയും ഇങ്ങനെയെല്ലാമുള്ള ദുരന്തങ്ങൾ, അതിലേറ്റവും കടുത്ത ആഘാതമുണ്ടാക്കിയ പ്രകൃതി ദുരന്തം, പ്രളയം പോലുള്ള ആ ദുരന്തത്തിൽ കേരളത്തെ അങ്ങ് തകർത്തെറിയുകയായിരുന്നു. നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാം വല്ലാതെ വേദനിച്ചു. നാടാകെ തകർന്നു പോകുന്നതിൽ ഇനി എങ്ങനെ കരകയറും എന്നതാണ് പലരെയും വേവലാതിപ്പെടുത്തിയത്. നമുക്ക് ആ ഘട്ടത്തിൽ സഹായം വേണമായിരുന്നു. ആ സഹായം നമുക്ക് നൽകേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതൊരു ദയാപൂർവമുള്ള നടപടിയല്ല. നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ രാജ്യം എന്ന നിലക്ക് ഇത്തരം ഘട്ടത്തിൽ സംസ്ഥാനങ്ങളെ സഹായിക്കാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. എല്ലായിടവും അത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ മാത്രം അത് ചെയ്യാൻ തയ്യാറല്ല. ഒരു സഹായവും നൽകിയില്ല. ആ സഹായം പ്രളയകാലത്തുണ്ടായില്ല,
അതിന് ശേഷമുള്ള ദുരന്തങ്ങൾ ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വന്നപ്പോൾ എല്ലാവരും ഉറപ്പായി പ്രതീക്ഷിച്ചു ഇത്തവണ സഹായമുണ്ടാകുമെന്ന്. അതിനും ഉണ്ടായില്ല. ഇതെല്ലാം കൂടിയാണ് നമ്മൾ കാണേണ്ടത്. എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് അത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത്? ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ച് കാര്യങ്ങൾ നീക്കേണ്ട ഭരണ സംവിധാനങ്ങളാണ്. സംസ്ഥാനം വിഷമത്തിലാകുമ്പോൾ സഹായിക്കാനുള്ള ബാധ്യത കേന്ദ്രത്തിനുള്ളതാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സഹായം എത്തിച്ചിട്ടുണ്ട്. എന്തേ കേരളത്തിൻ്റെ കാര്യത്തിലില്ലാത്തത്?